ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാൻ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫിഷ് ഫ്രൈ എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. പക്ഷേ ഇത് ഫിഷ് ഒട്ടും പൊടിഞ്ഞു പോവാതെ തന്നെ നല്ല മസാല ചേർത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ഒന്ന് ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഈ ഒരു മസാല തയ്യാറാക്കി വെച്ചാൽ ബാക്കി വരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ വിനീഗർ. ഈ ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഫിഷ് ഫ്രൈ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു എഗ് വൈറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എഗ് വൈറ്റ് ചേർക്കുമ്പോൾ മസാല ശരിക്ക് ഫിഷിൽ പിടിച്ചിരിക്കുകയും ചെയ്യും. മീൻ ഒട്ട് തന്നെ പൊടിഞ്ഞു പോവുകയില്ല. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവാതിരിക്കാനും എഗ് വൈറ്റ് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മസാല മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ്. വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും മതി. ഇതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഉടനെ തന്നെ ഫ്രൈ ചെയ്യാം. 15 മിനിറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ മസാല ശരിക്കും ഫിഷിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ പീസ് മീൻ നമുക്കിതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ചെയ്യുന്ന പോലെ മിക്കവരും ഉപ്പും മഞ്ഞളും മുളകും മാത്രം ഇട്ടിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ഒരു ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഒട്ടും പൊടിഞ്ഞു പോകാതെ ഫിഷ് ഫ്രൈ കിട്ടുകയും ചെയ്യും. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ബാക്കി വരുന്ന മസാല ഫ്രിഡ്ജിൽ ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഫിഷ് പീസസും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ മസാല തയ്യാറാക്കി വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിഷ് ഫ്രൈ തയ്യാറാക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഗരം മസാലയും കൂടെ ചേർത്താറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.